ഓക്കെ, അപ്പോൾ 4 മണിക്കാണ് ട്രെയിൻ. 3 മണി. റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഇവിടുന്ന് ട്രെയിൻ തുടങ്ങാം. നമുക്ക് ഇനി ട്രെയിനകത്ത് കയറണം. സെറ്റ് പോവാം. ഒരു മണിയുടെ വാൻ്റെ ഒക്കെ റീക്കല്ലേ. വാ, ഇതാ ട്രെയിൻ. വാ, ട്രെയിൻ കറക്റ്റ് സമയപ്പോൾ എടുത്തു. 3:50 തന്നെ. എറണാകുളം ആയപ്പോൾ ആൾ കൂടി. നമ്മൾ അങ്കമാലി എത്തി. ഇനി ഇവിടുന്ന് ബസ് കയറാം. ജസ്റ്റിൻ ട്രെയിനകത്ത് കിടന്ന് ഉറക്കുമായിരുന്നു. ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇനി നമ്മൾ ബസ് കയറി അങ്ങോട്ട് പോകും. ഞാനിപ്പോഴേ വേർക്കാൻ തുടങ്ങി. ഇപ്പോഴേ വേർപ്പ് തുടങ്ങി. നമ്മൾ മലയത്ത് പോകുന്നു. ട്രെയിനകത്ത് നിറച്ച ആളായിരുന്നു. പോണു മമ്മി. ബസ് വന്നിട്ട് ലേറ്റായി. നല്ല തിരക്കുണ്ട്. തിരി മേടിക്കാനായിട്ട് അമ്മച്ചന്മാർ വരും. ഞാൻ പിടിയേ കറിയോ. നമുക്ക് ആദ്യം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് മല കയറാം. ഞങ്ങൾ അന്ന് കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ പോയി ഒരു ഹോട്ടലുണ്ട്, അവിടെ തന്നെ പോയി കഴിക്കാം. വേണ്ട, ആ റെഡ് കളറിൽ കാണുന്ന സ്ഥലം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ ഉണ്ട്. എന്താ ഇതുണ്ട്, നല്ല മഴ. ഞങ്ങൾ മല കയറാൻ വന്നപ്പോൾ കയറ്റായിരിക്കാനുള്ള പല പരിപാടി നടക്കുന്നുണ്ട്. മഴയെന്ന് വെച്ചാൽ നല്ല മഴ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇറങ്ങിയപ്പോഴായിരുന്നു മഴ. ഈ പ്രാവശ്യം കയറുമ്പോഴേ മഴ. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളെ കൂടെ വെയിറ്റ് ചെയ്താൽ അതെ. ഇവരിവിടെ ഇരുത്തിയിരിക്കുക. ജസ്റ്റിലിൻ്റെ ഇവിടെ ഇരുത്തിയിരിക്കുക. ഓറം മഴ കഴിഞ്ഞിട്ട് ഇറങ്ങാം. മോൾ എന്ത് ചെയ്യുക? മോള് ഗെയിം കളിക്കുകയാണോ? ഓക്കെ, മഴ കഴിഞ്ഞങ്ങനെ ഇതെല്ലാം ക്ലിയറായി. പക്ഷേ വരേണ്ട ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞങ്ങളിത് ഇവിടെ നിൽക്കും. റോമിൻസ് ഹോട്ടൽ. പുള്ളിക്കാരൻ ഒരു മഴയല്ലേ, ഇവിടെ ഇരുന്നു, മഴ കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുത്തിയതാണ്. ഇപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. റൂമിൽ 6 മണി മുതൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണോ വന്നാൽ ഇനിയിപ്പോൾ നമ്മൾ കയറാനായിട്ട് പോകാം. ഓക്കെ, നമ്മൾ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. ഇപ്പം എല്ലാവരും നല്ല ഇതായിട്ട് വൃത്തിയിലാണ് വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ പണി തുടങ്ങും. വേർത്തൊരു പോലെയാണ്. ഇവിടെയാണ് നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. പ്രാരംഭ പ്രാർത്ഥന. ഇതാ മല. കയറാം. ഇങ്ങോട്ട് മല കയറാം. കളിക്കാനല്ലേ പറഞ്ഞു. നമ്മുടെ ജിബിനൊക്കെ ഉണ്ട്. അവിടെ നടക്കണ്ട. കൊച്ചി നടക്കുന്നിടത്ത് ഇത്ര രൂപ നടക്കട്ടെ അല്ലേ ജസ്റ്റ്. ആംബുലൻസ് പോകുന്നുണ്ട്. ആർക്കും എന്തോ പറ്റി കണ്ടോ, കേറുന്നില്ല വണ്ടി. ആംബുലൻസ്. മുത്തപ്പോ
ഒന്നാം സ്ഥലത്തെത്തിയുണ്ട്. ഒന്നാം സ്ഥലത്തെത്തിയപ്പം മച്ചാനാരും വേർത്തിട്ടില്ല. പ്രസിദ്ധ പറയുന്ന തമ്പുരാൻ്റെ അമ്മയെ പാപികളെ നമുക്ക് വേണ്ടി എപ്പോഴും ഉന്നലകയറ്റം. നാലാം സ്ഥലം, അഞ്ചാം സ്ഥലം വായിക്കേ. ഒമ്പതാം സ്ഥലം, പത്താം സ്ഥലം. യോവിക്ക് പണി കൊടുത്ത് ജസ്ലിന് ഉറങ്ങിപ്പോയി. 11ാം സ്ഥലം ഇപ്പോൾ ജസ്ലിന് ഉറങ്ങി. 13ാം സ്ഥലം. കാണാതെയും സ്പർശിക്കാതെയും വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞ സ്ത്രീഹായെ 14ാം സ്ഥലം. രോഗരക്ഷകനായി മിശിഹായെ അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരു വലിയ കുരിശൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പഴയ കുരിശൊക്കെ എടുത്ത് മാറ്റി വിടുന്നു. ജസ്റ്റിനെ ഉറക്കി ഇവിടെ പാറയൊക്കെ കുരിശും ചുമന്നുണ്ടായിരുന്ന ആൾക്കാരുണ്ട്. ഇതാണ് കനവുണ്ടല്ലേ? അവർ തന്നെ കെട്ടി വെക്കുന്നതാണ് സൈഡിൽ. ഇനിയിപ്പോൾ ഇപ്പോഴല്ല, ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ കുറേ ഇത് വരും കുരിശ്. അത് ഉറങ്ങി എണീറ്റ് ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കും. ഇതുണ്ട് രാവിലെ കൂടെയല്ലേ കളികളല്ലേ. കാൽവരിയിലേക്കുള്ള ദൂരം സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ലിയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ മെത്രാപ്പോലിത്തൻ വികാരി മാർ ജോസഫ് മെത്രാപ്പോലിത്തായെയും അവരുടെ സ്വർഗ്ഗത്തിൽ സ്തുതിക്കപ്പെടുന്നവരും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവരുമായ കർത്താവേയും നമുക്കെല്ലാവർക്കും നമ്മയും ആദ്യമായിട്ടാണ് രാവിലെ കുരിശുമലയിൽ ഇറങ്ങി. ഇതിനു മുമ്പ് ഞങ്ങൾ രാത്രി വന്നിട്ട് രാത്രി തന്നെ ഇറങ്ങുമായിരുന്നു. ഇരുപത്തിരണ്ട് കണ്ടോ കൊച്ചു പിള്ളേരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടോ. ഈ വീട് നിങ്ങൾ വരുന്നുണ്ട് പറയാം. ആ സ്ഥലം കഴിഞ്ഞ അവര് പറയില്ല. നിക്ക്
ഇറങ്ങി. എൻ്റെ മമ്മിയൊന്നും വന്നിട്ടില്ല, അവർക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുക ഞങ്ങൾ. അവർ കുരങ്ങൻ്റെ ശബ്ദമൊക്കെ കേൾക്കും, പക്ഷെ കാണുന്നില്ല ഒരെണ്ണത്തിന്. ഈ മരമൊക്കെ വീണ് കിടക്കുന്നതിക്ക് പട്ടി മല കയറുന്നു ജസ്ലിൻ്റെ. കണ്ടോ പട്ടി നടന്നു കയറുന്നുണ്ടോ? കണ്ടോ പട്ടിമല കയറുന്നുണ്ടോ? നടന്ന് അങ്ങോട്ട് കയറി പോവാതെ. അവർ വരും ഇങ്ങോട്ട്. ഇവിടെ ഇത് കൊടയന്താണ് അങ്ങനെ ഇട്ടിരിക്കുക. കൊടയന്താണ് അങ്ങനെ ഇട്ടിരിക്കണ. ക്ഷീണിതനായ ജോബി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ മലകയറ്റം കഴിഞ്ഞ് അല്ലേ? ജോബിക്ക് ക്ഷീണമെന്നാണ്. നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ. അതെന്തോ ആയിരിക്കും ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ചേട്ടാ എന്തോ കൊടുക്കുന്നത്? ചോറ് തിന്നാ, നേരത്തെ ഭക്ഷണം തിന്നാന്ന്. അങ്ങനെ ഈ വർഷത്തെ പരിപാടി ഖത്തം. ഗുഡ് ബൈ, ടാറ്റ ടാറ്റ. അതെന്തോ പിടിച്ചോണ്ട് പോകുന്ന കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഈ കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ കടിച്ചു പറിക്കണം. ഇല്ല ലൈറ്റിൻ്റെ ആ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചു പറിക്കില്ലാണ്, അടിച്ചു പറിച്ചെടുക്കുക. ജോബിയേ പോവാം, വാ.